ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു വിചിത്ര ജീവിയെ കൂട്ടിലാക്കി കടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ രംഗങ്ങളാണ് കാണിക്കുന്നത്. കുരങ്ങനും എലിയും ഇണചേർന്നുണ്ടായ വിരൂപനായ ഒരു ജീവിയായിരുന്നു അത്. അതിനാൽ തന്നെ ചില പരീക്ഷണങ്ങൾക്കായാണ് ഒരു സുവോളജിസ്റ്റ് ആ ഒരു എലിക്കുരങ്ങിനെ അവിടെ നിന്നും കടത്തിക്കൊണ്ടുപോകാനായി ശ്രമിച്ചിരുന്നത്. ഇക്കാര്യം അറിഞ്ഞ് ആ ദ്വീപിലെ ആദിവാസികൾ അത് തടയുവാനായി ശ്രമിക്കുകയാണ്. ആദിവാസികളെ തുരത്തിയോടിച്ച് സുവോളജിസ്റ്റ് ഒരു വിധത്തിൽ അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. അങ്ങനെ തൻ്റെ സഹായികൾക്കൊപ്പം അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കവേ ആ ഒരു എലിക്കുരങ്ങ് സുവോളജിസ്റ്റിനെ കടിച്ചു. ഈ ഒരു കാഴ്ച കണ്ടതോടെ കൂടെ ഉണ്ടായിരുന്ന സഹായികൾ ഭയന്നുറച്ചു. അവർ സുവോളജിസ്റ്റിനെ താഴേക്ക് തള്ളിയിടുകയും കടിയേറ്റിരുന്ന അവൻ്റെ കൈയെ മുറിച്ചു മാറ്റുകയും ചെയ്തു. സുവോളജിസ്റ്റിൻ്റെ മറ്റൊരു കൈയിൽ കൂടി കടിയേറ്റിട്ടുണ്ട് എന്ന് മനസ്സിലായതോടെ അവർ ആ ഒരു കൈ കൂടി മുറിച്ചു മാറ്റുകയാണ്. അപ്പോഴാണ് അവർ സുവോളജിസ്റ്റിൻ്റെ തലയിലുള്ള മുറിപ്പാടുകൾ ശ്രദ്ധിക്കുന്നത്. അതോടെ അവർ തലയും വെട്ടിമാറ്റി. അങ്ങനെ ആ സുവോളജിസ്റ്റ് ദാരുണമായി മരണപ്പെട്ടു. പിന്നീട് സുവോളജിസ്റ്റിൻ്റെ സഹായികൾ ഈ ഒരു ജീവിയെ പണം വാങ്ങി മറ്റൊരാൾക്ക് വിൽക്കുകയാണ്. അങ്ങനെ ഈ ഒരു ജീവി ന്യൂസിലാൻഡിലുള്ള ഒരു മൃഗശാലയിലേക്ക് എത്തിച്ചേരുകയാണ്. ശേഷം കാണിക്കുന്നത് തൻ്റെ വീട്ടുകാരുടെ ബേക്കറിയിൽ വർക്ക് ചെയ്യുന്ന മരിയ എന്ന യുവതിയെയാണ്. മരിയയുടെ മുത്തശ്ശിക്ക് ജ്യോതിഷം അറിയാമായിരുന്നു. നിൻ്റെ ഭാവി വരൻ നിന്നെ പരിചയപ്പെടുന്ന സമയത്ത് ഈ ഒരു മുദ്രയുണ്ടാവുമെന്നും പറഞ്ഞ് മുത്തശ്ശി ഒരു ചിഹ്നം അവളെ കാണിച്ചു. അല്പസമയത്തിനു ശേഷം ലയണൽ എന്നൊരു യുവാവ് ആ ഒരു ബേക്കറിയിലേക്കെത്തി. ഈ ഒരു സമയത്ത് അറിയാതെ ലയണലിൻ്റെ കൈത്തട്ടി അവിടെ ഉണ്ടായിരുന്ന ചില സാധനങ്ങളെല്ലാം താഴേക്ക് വീഴുകയാണ്. ഈ ഒരു സമയത്താണ് മരിയ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെ വീണു കിടന്നിരുന്ന സാധനങ്ങളുടെ ഷേപ്പ് മുത്തശ്ശി പറഞ്ഞിരുന്ന ആ ഒരു മുദ്രയുടെ രൂപത്തിലായിരുന്നു. അതോടെ മുത്തശ്ശി പറഞ്ഞ തൻ്റെ ഭാവി വരൻ ലയണലായിരിക്കുമെന്ന് മരിയ കണക്ക് കൂട്ടുകയാണ്. അങ്ങനെ മരിയ വളരെ റൊമാൻറ്റിക്കായി ലയണലിനോട് പെരുമാറാൻ ആരംഭിച്ചു. കാര്യം എന്താണെന്ന് മനസ്സിലാവാതെ ഉടൻ തന്നെ ലയണൽ അവിടെ നിന്നും സ്ഥലം വിട്ടു. ലയണൽ വളരെ ധനികനായ കുടുംബത്തിലെ അംഗമാണ്. അവൻ്റെ അമ്മയായ വെറ ഒരു ദേഷ്യക്കാരിയായിരുന്നു. അതിനാൽ തന്നെ ലയണലിനെ അമ്മയെ ഭയങ്കര പേടിയാണ്. അവൻ അമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ചിരുന്നു. എന്നാൽ പിന്നീട് ലയണലിനെ അന്വേഷിച്ച് സമ്മാനങ്ങളുമെല്ലാമായി മരിയ അങ്ങോട്ടേക്കെത്തുകയാണ്. അങ്ങനെ ഇരുവരും റൊമാൻറ്റിക് മൂഡിലേക്ക് മാറുകയും പ്രണയാതുരതരാവുകയും ചെയ്തു. തൻ്റെ മകൻ ഒരു സാധാരണക്കാരിയായ പെണ്ണിനെ പ്രേമിക്കുന്നത് ദേഷ്യത്തോടെ അവൻ്റെ അമ്മയായ വെറ കാണാനിടയായി. ആ ദേഷ്യത്തിൽ വെറ ഒരു ചെടിച്ചട്ടി താഴേക്കെറിഞ്ഞ് പൊട്ടിച്ചു. മരിച്ചുപോയിരുന്ന അവൻ്റെ പിതാവിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി ഇതൊന്നും ശരിയാവില്ലെന്ന് വെറ ലയണലിനോട് പറഞ്ഞു. അതോടുകൂടി താനിത് നിർത്താമെന്നൊക്കെ ലയണൽ അമ്മയ്ക്ക് മറുപടി നൽകുകയാണ്. എന്നാൽ ലയണൽ അവിടെ ഉണ്ടായിരുന്ന സൂവിലേക്ക് പോയി അവിടെ വെച്ച് മരിയയെ കാണാമെന്ന് പദ്ധതിയിട്ടിരുന്നു. എന്നാൽ അവന് പുറത്തു പോകുന്നത് വെറ കാണാനിടയായി. ഇതറിയാതെ ലയണൽ മരിയയുമായി സൂവിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നടന്നു പോകുന്നതിനിടെ അവർ കൂട്ടിലുണ്ടായിരുന്ന ഒരു കുരങ്ങനെ ആപ്പിൾ എറിഞ്ഞു കൊടുത്തു. ഈ ഒരു മൃഗശാലയിലേക്കാണ് ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കാണിച്ചിരുന്ന എലിക്കുരങ്ങനെ കൊണ്ടുവന്നിരുന്നത്. അത് കുരങ്ങനെ കൊല്ലുകയും കുരങ്ങൻ്റെ ശരീരം പിച്ചി ചീന്തുകയും ചെയ്തു. എലിക്കുരങ്ങൻ്റെ കടിയേറ്റാൽ സോംബി വൈറസ് പടരുമെന്നുള്ളത് കൊണ്ടാണ് കാട്ടുവാസികൾ എലിക്കുരങ്ങനെ കൊണ്ടുപോകുന്നത് തടയാനായി ശ്രമിച്ചിരുന്നത്. ഈ ഒരു കാഴ്ച കണ്ട് പേടിച്ചിരണ്ട് ലയണലും മരിയയും നടന്നു നീങ്ങി. പക്ഷേ അപ്പോഴേക്കും ഇരുവരെയും നിരീക്ഷിക്കാനായി ലയണലിൻ്റെ അമ്മയായ വെറ അങ്ങോട്ടേക്കെത്തിയിരുന്നു. ഈ ഒരു നേരത്ത് വെറയുടെ കാല് വഴുതി വെറ എലിക്കുരങ്ങിൻ്റെ കൂടിനരികിലേക്ക് വീഴുകയാണ്. അതോടുകൂടി എലിക്കുരങ്ങ് വെറയുടെ ശരീരത്തിൽ കടിച്ചു. ദേഷ്യത്തോടെ വെറ എലിക്കുരങ്ങിനെ ചവിട്ടിക്കൊന്നു. ഈ ഒരു കാഴ്ച കണ്ട് ലയണൽ അങ്ങോട്ടേക്ക് ഓടിയെത്തുകയും അമ്മയെയും കൊണ്ട് വീട്ടിലേക്ക് തിരികെ പോവുകയും ചെയ്തു. പിന്നീട് കടിയേറ്റിരുന്ന വെറ അതീവ ക്ഷീണിതയാവുകയും കിടപ്പിലാവുകയുമാണ്. ആ രാത്രിയിൽ ലയണലിനെ കാണാനായി മരിയ അവൻ്റെ വീട്ടിലേക്ക് എത്തുകയും ഇരുവരും ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ പിറ്റേ ദിവസമാകുമ്പോഴേക്കും സോംബി വൈറസ് ബാധിച്ച് വെറയുടെ തൊലി അടർന്നു പോകാൻ തുടങ്ങുകയാണ്. ഈ ഒരു സമയത്താണ് 2 ഗസ്റ്റുകൾ അവരുടെ വീട്ടിലേക്ക് എത്തുന്നത്. തനിക്ക് അസുഖമുള്ള കാര്യം മറ്റുള്ളവർ അറിയുന്നത് വെറ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിനാൽ തന്നെ ലയണൽ പശവെച്ച് മറ്റുള്ളവരറിയാത്ത രീതിയിൽ അവളുടെ തൊലി ഒട്ടിച്ചു കൊടുത്തു. ശേഷം അവരിരുവരും അതിഥികൾക്കൊപ്പം ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് കടിയേറ്റിരുന്ന വെറയുടെ കയ്യിലെ ചലം
അവിടെയുണ്ടായിരുന്ന ഗസ്റ്റിൻ്റെ സൂപ്പിലേക്ക് വീഴുകയാണ്. ഇക്കാര്യം അറിയാതെ ആ ഗസ്റ്റ് സൂപ്പ് കഴിച്ചു. താമസിയാതെ തന്നെ വറയുടെ ചെവി അവളുടെ തന്നെ സൂപ്പിലേക്ക് അടർന്നു വീഴുകയാണ്. അത് ശ്രദ്ധിക്കാതെ വറ തൻ്റെ ചെവി ചവച്ചരച്ച് തിന്നു. ഈ ഒരു കാഴ്ച കണ്ട് വന്നിരുന്ന ഗസ്റ്റുകളിൽ ഒരാൾ വീട് വിട്ട് ഓടിപ്പോയി. ഗസ്റ്റുകൾ പോയ ഉടൻ തന്നെ ലയനൽ വീട്ടിൽ വീണിരുന്ന വറയുടെ രക്തക്കറകൾ തുടച്ച് വൃത്തിയാക്കി. ഈ ഒരു സമയത്താണ് മരിയ തൻ്റെ നായയെയും കൂട്ടി അങ്ങോട്ടേക്ക് എത്തുന്നത്. മരിയ ലയണലുമായി സംസാരിക്കുന്നതിനിടെ അവളുടെ നായ വറയുടെ പക്കലേക്ക് പോയിരുന്നു. അല്പസമയത്തിനു ശേഷം നായയുടെ നിലവിളി ശബ്ദം കേട്ട് ഇരുവരും വറയുടെ റൂമിലേക്ക് ഓടി. വറ നായയെ ക്രൂരമായി കൊലപ്പെടുത്തുകയും അതിൻ്റെ ശരീരഭാഗങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് വറ മരിയയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടെ താഴെ വീണ് ബോധരഹിതയായി. ഈ ഒരു കാഴ്ച കണ്ട് മരിയ വറയെ പരിചരിക്കാനായി ഒരു നേഴ്സിനെ വിളിച്ചു വരുത്തുകയാണ്. വറയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന് നേഴ്സ് ശുപാർശ ചെയ്തു. എന്നാൽ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ വറ പൂർണ്ണമായും ഒരു സോംബിയായി മാറിക്കഴിഞ്ഞിരുന്നു. പിന്നീട് മരിയ മുകളിലത്തെ നിലയിലേക്ക് പോയ സമയത്ത് വറ നേഴ്സിനെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ ആ ഒരു നേഴ്സും സോംബിയായി മാറി. ഇക്കാര്യങ്ങളൊന്നും മരിയയെ അറിയിക്കാതെ ലയണൽ ഇരുവരെയും അവിടെ ഉണ്ടായിരുന്ന ബേസ്മെൻറ്റിലിട്ട് പൂട്ടി. പിന്നീട് ലയണൽ ഒരു ഡോക്ടറുടെ പക്കലേക്ക് ചെന്ന് അയാളുടെ കയ്യിൽ നിന്നും മയക്കുമരുന്ന് വാങ്ങി. ശേഷം വീട്ടിലേക്കെത്തിയവൻ സോംബിയായ നേഴ്സിൻ്റെയും തൻ്റെ അമ്മയുടെയും ശരീരത്തിൽ ആ മയക്കുമരുന്ന് കുത്തിവെച്ചു. പിറ്റേന്ന് മരിയയെ കാണാനായി ലയണൽ അവളുടെ ഷോപ്പിലേക്ക് ചെന്നു. ഇതേ നേരം സോംബിയായവർക്ക് ബോധം വരികയും അവൾ ലയണലിനെ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തിരുന്നു. വറയെ ഒരു മെട്രോ ട്രെയിൻ ഇടിക്കുകയും അങ്ങനെ അവൾ വറയുടെ കടയിലേക്ക് തെറിച്ചു വീഴുകയുമാണ്. ഈ ഒരു കാഴ്ച അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം കണ്ടിരുന്നു. ഏവരും അപകടത്തിൽപ്പെട്ട് വറ മരിച്ചുപോയെന്നാണ് കരുതിയിരുന്നത്. അങ്ങനെ വറയുടെ ശവസംസ്കാര ചടങ്ങിനുള്ള നടപടികൾ ആരംഭിച്ചു. എന്നാൽ സോംബിയായ വറ ഏതു നിമിഷം വേണമെങ്കിലും ഉയർത്തെഴുന്നേൽക്കാമെന്ന് ലയണലിനെ അറിയാമായിരുന്നു. അതിനാൽ തന്നെ ലയണൽ മയക്കുമരുന്ന് കുത്തിവയ്ക്കാനായി വറയുടെ മൃതശരീരത്തിനരികിലേക്ക് നടന്നു. ഈ ഒരു സമയത്ത് വറയുടെ മൃതശരീരത്തിൽ നിന്നും എന്തോ ഒരു ദ്രാവകം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. പിന്നീട് ശവപ്പെട്ടിയിലേക്ക് മാറ്റിയ വറയുടെ ശരീരത്തിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ലയണൽ മയക്കുമരുന്ന് കുത്തിവയ്ക്കാനായി ശ്രമിക്കുകയാണ്. എന്നാൽ പൊടുന്നനെ വറ ഉണരുകയും ലയണലിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. മൽപ്പിടുത്തത്തിനിടെ ഇരുവരും ചടങ്ങുകൾ നടന്നിരുന്ന പള്ളിക്കകത്തേക്ക് തെറിച്ചു വീണു. ഭാഗ്യവശാലപ്പോഴേക്കും ലയണലിനെ വറയുടെ ശരീരത്തിൽ മയക്കുമരുന്ന് കുത്തിവയ്ക്കാനായി സാധിച്ചിരുന്നു. സ്നേഹം കൊണ്ട് ലയണൽ വറയെ വാരി പുണർന്നതാണെന്നാണ് അവിടെയുണ്ടായിരുന്ന ആളുകൾ കരുതിയിരുന്നത്. പിന്നീട് വറയുടെ മൃതശരീരം പള്ളിയിലെ സെമിത്തേരിയിൽ അടക്കം ചെയ്തു. എന്നാൽ മയക്കുമരുന്നിൻ്റെ ഡോസ് കഴിഞ്ഞാൽ വറ വീണ്ടും ഉണരുമെന്നറിയാവുന്നതുകൊണ്ട് ലയണൽ മയക്കുമരുന്ന് കുത്തിവയ്ക്കാനായി രാത്രിയിൽ സെമിത്തേരിയിലേക്കെത്തി. അതിനായവൻ വറയുടെ ശവക്കുഴി തോണ്ടാൻ ആരംഭിച്ചു. ഈ ഒരു കാഴ്ച അങ്ങോട്ടേക്കെത്തിയിരുന്ന കുറച്ച് യുവാക്കൾ കാണുകയും അവർ ലയണലിനെ ആക്രമിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. താമസിയാതെ തന്നെ വറ ഉണരുകയും യുവാക്കളെ ക്രൂരമായി ആക്രമിക്കുകയുമാണ്. പുറത്തെ ശബ്ദകോലാഹലങ്ങൾ കേട്ട് ആ പള്ളിയിലെ ഫാദറും അവിടേക്ക് ഓടിയെത്തി. അതോടുകൂടി കടിയേറ്റ് സോംബിയായി മാറിയ യുവാക്കൾ ആ ഫാദറിനെ ആക്രമിക്കുകയാണ്. ഈ ഒരു സമയത്ത് ലയണൽ തൻ്റെ അമ്മയുടെ ശരീരത്തിൽ മയക്കുമരുന്ന് കുത്തിവെച്ചിരുന്നു. പോരാട്ടത്തിനിടെ ഒരു സോംബിയുടെ തല തെറിച്ചു പോവുകയും ആ തല കടിച്ച് ഫാദറും ഒരു സോംബിയായി മാറുകയുമാണ്. സോംബിയായി മാറിയ ഫാദറിനെയും കൂട്ടത്തിലുണ്ടായിരുന്നൊരു യുവാവിനെയും മറ്റു മാർഗമില്ലാതെ ലയണൽ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ശേഷം ലയണൽ അവൻ്റെ അമ്മയുൾപ്പെടെയുള്ള ആ സോംബികൾക്ക് ഭക്ഷണം നൽകാനായി ശ്രമിച്ചു. ഇതിനിടെ സോംബിയായ ഫാദറും നേഴ്സും തമ്മിൽ പ്രണയത്തിലായി കഴിഞ്ഞിരുന്നു. ഈ ഒരു കാഴ്ച കണ്ട് ലയണൽ ഇരുവരും അടുക്കുന്നത് തടയാനായി ശ്രമിച്ചു. ഈ നേരത്താണ് ലയണലിൻ്റെ വീടിൻ്റെ കോളിംഗ് ബെൽ മുഴങ്ങുന്നത്. അത് മരിയയുടെ പുറകെ നടന്ന് ശല്യം ചെയ്തിരുന്ന ലയണലിൻ്റെ അമ്മാവനായിരുന്നു. ഏറെ പണിപ്പെട്ട് കുറച്ചു സമയത്തിനു ശേഷം അവൻ അയാളെ മടക്കി അയച്ചു. തിരികെ എത്തിയ അവൻ കാണുന്ന കാഴ്ച സോംബിയായ ഫാദറും നേഴ്സും തമ്മിൽ ബന്ധപ്പെടുന്ന രംഗങ്ങളാണ്. ശേഷം ലയണൽ സോംബികളെയെല്ലാം ബേസ്മെൻറ്റിലാക്കി പൂട്ടിയിട്ടു. പിറ്റേന്ന് ലയണൽ യാദൃശികമായി മരിയയെ കണ്ടു. അവൾക്ക് ആപത്തൊന്നും സംഭവിക്കാതിരിക്കാനായി എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്നും ഞാനുമായി നീ ഇനി കോണ്ടാക്ട് ചെയ്യരുതെന്നും അവൻ അവളോട് പറഞ്ഞു.
അത് കേട്ട് മരിയ വിഷമിച്ചതോടെ അവൻ അവളെ ആശ്വസിപ്പിക്കാനായി ചെന്നു. ആ ഒരു കാഴ്ച കണ്ട് അവൻ അവളെ ഉപദ്രവിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് മരിയയുടെ ബോയ്ഫ്രണ്ട് ലയണലിനെ ആക്രമിച്ചു. അന്നേ ദിവസം രാത്രിയിൽ ചെറിയ കുട്ടിയുടെ വിചിത്രമായ കരച്ചിൽ ലയണൽ കേൾക്കാനിടയായി. അങ്ങനെ അവൻ ബേസ്മെൻറ്റിൽ മയക്കി കിടത്തിയിരുന്ന സോംബികളുടെ പക്കലേക്ക് ചെന്നു. ആ ഒരു കാഴ്ച അവനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. സോംബിയായ പള്ളി വികാരിയുമായുള്ള ബന്ധത്തിൽ സോംബി നേഴ്സിനെ ഒരു കുട്ടി പിറന്നിരിക്കുന്നു. ആ ഒരു സോംബി കുഞ്ഞ് ലയണലിനെ ആക്രമിക്കാനായി ശ്രമിച്ചു. പിറ്റേന്ന് ലയണൽ സോംബി കുഞ്ഞിനെയും കൂട്ടി പാർക്കിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് സോംബി കുഞ്ഞ് ലയണലിൻ്റെ പക്കൽ നിന്നും ചാടിപ്പോവുകയാണ്. ഏറെ പണിപ്പെട്ട് ലയണൽ സോംബി കുഞ്ഞിനെ പിടികൂടുകയും അതിനെ അടിക്കുകയും ചെയ്തു. ഈ ഒരു കാഴ്ച കണ്ട് പാർക്കിലുണ്ടായിരുന്ന മറ്റു മനുഷ്യരെല്ലാം ഞെട്ടിത്തിരിച്ചു. അതിനെയും കൂട്ടി തിരികെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവൻ ബോയ്ഫ്രണ്ടിനൊപ്പം നടന്നിരുന്ന മരിയയെ കണ്ടിരുന്നു. വീട്ടിലേക്കെത്തിയ അവൻ ബേസ്മെൻറ്റിൻ്റെ വാതിൽ തുറന്ന് സോംബികളെ വീക്ഷിച്ചു. ഈ ഒരു സമയത്താണ് അവൻ്റെ അമ്മാവൻ വീണ്ടും അങ്ങോട്ടേക്ക് എത്തുന്നത്. നിർഭാഗ്യവശാൽ ഈ ഒരു കാഴ്ച അയാളും കാണാനിടയായി. ഈ ഒരു കാര്യം പറഞ്ഞ് അമ്മാവൻ ലയണലിനെയും ഭീഷണിപ്പെടുത്തി. സോംബി കുഞ്ഞിനെ ബേസ്മെൻറ്റിലേക്ക് എറിഞ്ഞതിനു ശേഷം ഇക്കാര്യം ആരോടും പറയരുതെന്ന് അവൻ അമ്മാവനോട് അഭ്യർത്ഥിച്ചു. ഇക്കാര്യം പോലീസിൽ അറിയിക്കണ്ടെങ്കിൽ നിന്റെ വീടും പറമ്പും എനിക്ക് എഴുതി തരണമെന്നും പറഞ്ഞുകൊണ്ട് അമ്മാവൻ ഭീഷണിപ്പെടുത്തുകയാണ്. മറ്റു മാർഗമില്ലാതെ ലയണലിനെ അത് അംഗീകരിക്കേണ്ടതായി വന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ എൻ്റെ വീട് പാർക്കിലാണെന്നും പറഞ്ഞുകൊണ്ട് അയാളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പാർട്ടി നടത്താനായി അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി. ഈ ഒരു സമയത്ത് തൻ്റെ ബോയ്ഫ്രണ്ടിൻ്റെ കൂടെ മരിയയും അതുവഴി പോകുന്നുണ്ടായിരുന്നു. ലയണലിന് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സംശയം മരിയയ്ക്കുണ്ടായിരുന്നു. അതിനാൽ തന്നെ മരിയ ബോയ്ഫ്രണ്ടിൻ്റെ കണ്ണുവെട്ടിച്ച് ലയണലിൻ്റെ വീട്ടിലേക്ക് ചെന്നു. പക്ഷേ അവളുടെ പുറകെ നടന്ന് ശല്യം ചെയ്തിരുന്ന ലയണലിൻ്റെ അമ്മാവൻ കാണാനിടയായി. ദേഷ്യത്തോടെ അയാളെ മർദ്ദിച്ചുകൊണ്ട് മരിയ ആ വീടിൻ്റെ ബേസ്മെൻറ്റിലേക്ക് ഓടി. ഈ ഒരു സമയമായപ്പോഴേക്കും മയക്കി കിടത്തിയിരുന്ന സോംബികൾ ഉണർന്നു തുടങ്ങിയിരുന്നു. അവ മരിയയെ ആക്രമിക്കാനായി ശ്രമിച്ചു. മരിയയുടെ കരച്ചിൽ കേട്ട് ലയണൽ അവിടേക്ക് ഓടിയെത്തി. തൻ്റെ അമ്മയുൾപ്പെടെയുള്ള സോംബികളെ കൊലപ്പെടുത്താൻ ലയണൽ ഇഷ്ടപ്പെട്ടിരുന്നില്ല. നിങ്ങളുടെ അമ്മ മരിച്ചുപോയി, അതിപ്പോൾ വെറും സോംബി മാത്രമാണെന്നും പറഞ്ഞുകൊണ്ട് മരിയ അവനെ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി. അങ്ങനെ ആ സോംബികളെയെല്ലാം കൊലപ്പെടുത്താനായി ലയണൽ അവിടെ ഉണ്ടായിരുന്ന സോംബികളുടെ എല്ലാം ശരീരത്തിൽ വിഷം കുത്തിവെച്ചു. ശേഷം അവൻ സോംബികളുടെ എല്ലാം മൃതശരീരങ്ങൾ അവിടെ തന്നെ ഒരു കുഴി കുഴിച്ചു മൂടി. ബേസ്മെൻറ്റിൽ നിന്നും തിരികെ വരുന്ന സമയത്ത് ഇരുവരെയും ദേഷ്യത്തോടെ ലയണലിൻ്റെ അമ്മാവൻ പിടികൂടുകയാണ്. അങ്ങനെ അയാൾ ലയണലിനെ ബേസ്മെൻറ്റിലേക്ക് തള്ളിയിട്ട് പൂട്ടിയിടുകയാണ്. ഈ ഒരു സമയത്താണ് ലയണൽ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവന് കുത്തിവെച്ചിരുന്ന ആ ഒരു വിഷം മൃഗങ്ങൾക്കുള്ളതാണെന്നും അത് മനുഷ്യ ശരീരത്തിലേൽക്കില്ലെന്നും അതിൽ എഴുതി വച്ചിരുന്നു. അല്പസമയത്തിനകം തന്നെ കുഴിച്ചിട്ടിരുന്ന സോംബികളെല്ലാം കുഴിമാടത്തിൽ നിന്നും പുറത്തു ചാടി. പേടിച്ചിരണ്ട് ലയണൽ പുറത്തു കടക്കാനായി ബേസ്മെൻറ്റിൻ്റെ വാതിലിൽ തട്ടി. ഭാഗ്യവശാൽ പാർട്ടിക്ക് എത്തിയിരുന്ന മദ്യപിച്ചു ലക്കുകെട്ടൊരു യുവാവ് ബേസ്മെൻറ്റിൻ്റെ വാതിൽ തുറന്നു. അങ്ങനെ ലയണലിനെ പുറത്തു കടക്കാനായി സാധിച്ചു. ഞൊടിയിടയിൽ തന്നെ സോംബികൾ ആ ഒരു യുവാവിനെ അതിമൃഗീയമായി കൊലപ്പെടുത്തി. പിന്നീട് ആ 4 സോംബികൾ ചേർന്ന് പാർട്ടിക്ക് എത്തിയിരുന്ന മനുഷ്യരെയെല്ലാം ക്രൂരമായി കൊലപ്പെടുത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ പാർട്ടിക്ക് എത്തിയിരുന്ന എല്ലാ മനുഷ്യരും സോംബികളായി രൂപാന്തരം പ്രാപിച്ചു. സോംബികളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായി ലയണൽ വീടിൻ്റെ മച്ചിൻ്റെ മുകളിലേക്ക് കയറി. ഈ ഒരു സമയത്ത് അവൻ മരിച്ചുപോയ തൻ്റെ പിതാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ കാമുകിയുടെയും ചില ഫോട്ടോകൾ കാണാനിടയായി. ലയണലിൻ്റെ പിതാവ് വെള്ളത്തിൽ വീണ ലയണലിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മുങ്ങി മരിച്ചെന്നായിരുന്നു ലയണലിൻ്റെ അമ്മയായ വറ അവനോട് പറഞ്ഞിരുന്നത്. പക്ഷേ സത്യം അതായിരുന്നില്ലെന്ന് അവിടെ ഉണ്ടായിരുന്ന രേഖകളിൽ നിന്നും ലയണൽ വേദനയോടെ തിരിച്ചറിയുകയാണ്. അവിടെ ലയണലിൻ്റെ പിതാവിൻ്റെ കാമുകിയുടെ മൃതശരീരാവശിഷ്ടങ്ങളുണ്ടായിരുന്നു. അവരുടെ ബന്ധം കൈയോടെ പൊക്കിയതോടെ ലയണലിൻ്റെ അമ്മയായ വറയാണ് അവരെ ഇരുവരെയും കൊലപ്പെടുത്തിയിരുന്നത്. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ലയണലിൻ്റെ അമ്മാവനെ കൂറ്റൻ സോംബിയായി മാറിയിരുന്ന വറ കൊലപ്പെടുത്തിയിരുന്നു. അതേസമയമാവട്ടെ അവിടെ ഉണ്ടായിരുന്ന മരിയയെ സോംബികളെല്ലാം ചേർന്ന് വളഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവളെ രക്ഷിക്കാനായി ഗ്രാസ് കട്ടിംഗ് മെഷീനുമായി ലയണൽ മരിയയുടെ പക്കലേക്കെത്തി. അതുപയോഗിച്ചവൻ അവിടെ ഉണ്ടായിരുന്ന സകല സോംബികളെയും കീറിമുറിച്ചു. അങ്ങനെ എല്ലാ സോംബികളും മരിച്ചെന്നുള്ള ആശ്വാസത്തിൽ നിൽക്കുന്ന സമയത്താണ് അവൻ്റെ അമ്മയായ വറ ഭീകര സത്വമായി അവൻ്റെ പക്കലേക്ക് എത്തുന്നത്.
വെറ വളർന്ന് ഒരു രാക്ഷസനെ പോലെയായി മാറിക്കഴിഞ്ഞിരുന്നു. ഭീതിയോടെ ഇരുവരും പുകക്കുഴലിനുള്ളിലൂടെ വീടിൻ്റെ മുകളിലേക്കു കയറി. എന്നാൽ പിന്നാലെ വെറയും അവിടേക്കെത്തി. താൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ കാര്യം ലേണൽ വെറയോട് വെളിപ്പെടുത്തി. പൊടുന്നനെ അവൻ്റെ അമ്മയായ വെറ തൻ്റെ വയർ കീറി ലേണലിനെ അതിനകത്തേക്കിട്ടു. ഭാഗ്യവശാൽ ഈ ഒരു സമയത്ത് ലേണലിൻ്റെ പക്കൽ മരിയയുടെ മുത്തശ്ശി കൊടുത്തിരുന്ന ഒരു കുരിശുണ്ടായിരുന്നു. അതുപയോഗിച്ച് ലേണൽ വെറയുടെ വയറു കീറി പുറത്തേക്ക് ചാടി. അതോടുകൂടി വെറ മേൽക്കൂരയിൽ നിന്നും വീടിനകത്തേക്ക് മറിഞ്ഞു വീഴുകയാണ്. ഇതിനോടകം തന്നെ ഗ്യാസ് കണക്ഷൻ കട്ടായി വീടിനെ തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഉടൻ തന്നെ ലേണൽ മരിയയെയും കൂട്ടി അവിടെ ഉണ്ടായിരുന്ന കേബിൾ വഴി ആ വീട്ടിൽ നിന്നും രക്ഷപ്പെടുകയാണ്. അല്പസമയത്തിനകം തന്നെ പോലീസും ഫയർഫോഴ്സും അവിടേക്കെത്തി. ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ നടന്നു നീങ്ങുന്ന ലേണലിനെയും മരിയയെയും കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്.